ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് കൈച്ചൂണ്ടലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നത് നമ്മുടെ ചെറിയ തോട്ടിലും കുളങ്ങളിലൊക്കെ ആയിട്ട് വരാലി, കാരി, ചെമ്പല്ലി അങ്ങനെയുള്ള ചെറിയ ഐറ്റം മീനുകൾ ടാർഗറ്റ് ചെയ്താണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മളിന്ന് മണ്ണിരയാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു മണ്ണിര കോർത്തിട്ട് ഫുള്ളായിട്ട് നീളത്തിലോട്ട് അങ്ങോട്ട് ഇടുക. മണ്ണിര കിടന്ന് അനങ്ങാൻ നേരത്ത് അത് കയറി അടിച്ചോളൂ, പെട്ടെന്ന് കയറി റിസൾട്ട്. അപ്പൊ നമ്മളിത് ഇതുപോലെ മണ്ണിര കോർത്താണ് ഇടുന്നത്. അപ്പോഴത്തേക്ക് ഈ വര അനങ്ങുന്ന കാണാൻ നേരത്ത് മീൻ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ചൂണ്ടയിട്ടിട്ടുണ്ട്. ഇട്ടപ്പോ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും കൊത്തുന്നുണ്ട്. ചെമ്പല്ലിയാണ് അടിച്ച് കയറിയേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലി കിട്ടിയേക്കുന്നു. നമുക്ക് പിന്നെ ബക്കലോട്ട് അടുത്ത് നമ്മൾ തീറ്റ സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ പറഞ്ഞാൽ തന്നെ നമുക്ക് കൊത്തുന്നുണ്ട്. ഇഷ്ടംപോലെ മീനിനകത്ത് കിടപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോൾ ഉള്ള ചാലിലെല്ലാം കടന്ന് മീൻ ഈ കുളത്തിലോട്ട് വന്നേക്കുക. അതുകൊണ്ട് ഇഷ്ടംപോലെ മീൻ അടിക്കുന്നുണ്ട് ഇതിനകത്ത്. തീറ്റി കൊണ്ടുപോയി. കിട്ടിയില്ല. വേണ്ട വേണ്ട, തീറ്റൊന്നും വേണ്ട. നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എന്ത് മീനാന്ന് തരത്തില്ല, നമുക്ക് നോക്കാം. അടിച്ചടിച്ച് വരാലാണ് അടിച്ചേക്കുന്നത്. ചെറിയൊരു നാടൻ വരാൽ അടിച്ചേക്കുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊട്ട് പോയി അടിക്കും കേട്ടാ, മാറിഞ്ഞ. നമുക്ക് എന്തായാലും നമുക്ക് ബക്കലിടാം. നമ്മൾക്ക് ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട്. ആ തീറ്റയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും. അത് ഒന്ന് മുഴുവനായിട്ട് മിഴുങ്ങിയിട്ടില്ല. നമ്മൾ ഫ്ലോട്ട് ഇടാത്തോണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ആ നൂല് കിടന്ന്. കിട്ടില്ല, വിട്ടുപോയി. അപ്പൊ നമുക്കിത് പിന്നെ വരുന്ന കൊത്തിയിട്ടുണ്ട് മീൻ. എന്ത് മീനാന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും തീറ്റി എടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് വരാല. ഇത് ചെറിയൊരു നാടൻ വരാല തന്നെയാണ്. നേരത്തെ കിട്ടിയതിന്റെ അത്ര വലിപ്പമില്ല. എന്നാലും അതിനെക്കാട്ടി സ്വല്പം ചെറുതാണ്. ഈ ടൈപ്പിലുള്ള വരാലി കുറെ അതിനകത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇതിൽ വിരിഞ്ഞിറങ്ങിയാന്ന് തോന്നുന്നില്ല. നമുക്ക് ഇത് വെക്കല്ലോ. ഇതിനകത്ത് ഇഷ്ടംപോലെ വരാല കിടപ്പുണ്ട്. പക്ഷെ വലുതൊന്നും അടിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മളെന്താണെന്നറിയാം, നമ്മൾ ചെറിയ വട്ടാൻ കുഞ്ഞിനെ പിടിച്ചിട്ട് അതിനെ എടുത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ചെറുതായിട്ടൊന്നും വെട്ടി, പക്ഷെ കിട്ടിയില്ല. നമ്മൾ രണ്ടാമത്തെ ഒരു വട്ടാനെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാടൻ വരാല. ചെറിയ വരാല നമുക്ക് വിരലടിക്കുന്ന. അതുകൊണ്ട് നമ്മളിത് ഇതിനെ ഇപ്പൊ ഒരു വട്ടാനെ പിടിച്ചിട്ട് ബൈറ്റാക്കി ഇട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ലൈവ് ആയിട്ടാകുമ്പോൾ പെട്ടെന്ന് കയറി അടിക്കും. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള വരാല. നീക്കില്ലേ, ചാടൂല്ലേ. അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം നമ്മളവിടെ നിർത്തി. നമ്മൾ പോവുകയാണ്. നമുക്ക് കുറച്ച് വരാലിനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെമ്പല്ലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂടുതലും വിര കിട്ടിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത് ചെറിയ കുഞ്ഞു മീനുണ്ടായിരുന്നു. അതിനെ നമ്മൾ ആ ചാലിൽ നിന്ന് തന്നെ അപ്പുറത്ത് അടുത്ത് തന്നെ പിടിച്ചിട്ട് അതിനെ നമ്മൾ കോർത്തിടുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത്. എന്തായാലും ഞാൻ കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇത്രയാണ് കേട്ടോ. നമുക്ക് കുറച്ച് 2-3 വരാലിനെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 2-3 ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ ചെമ്പല്ലിനൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. നമ്മൾ ആ കുളത്തിലോട്ടിട്ട് വളർത്തും. ബാക്കി വരാലിനെ നമ്മളെടുക്കും. അപ്പോൾ ഇത് കണക്കത്തെ ഫിഷിംഗ് വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വരും.